ജില്ലയിൽ ന്യൂനപക്ഷ കമ്മീഷൻ നടത്തിയ സിറ്റിംഗിൽ 4 പരാതികൾ തീർപ്പാക്കി. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ കമ്മീഷൻ മെമ്പർ പി റോസയുടെ നേതൃത്വത്തിൽ നടന്ന സിറ്റിംഗിൽ ആകെ 5 പരാതികളാണ് പരിഗണിച്ചത്. അതിലൊരെണ്ണം അടുത്ത സിറ്റിംഗിലേക്ക് തുടർ നടപടികൾക്കായി മാറ്റിവെച്ചു. വീടും സ്ഥലവും ലഭിക്കുന്നതിനായി പുതുനഗരം സ്വദേശിനി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പുതുനഗരം പഞ്ചായത്ത് സന്നദ്ധ സംഘടനയുടെ സഹായത്തോടെ അടിയന്തരമായി വീട് നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് സിറ്റിംഗിൽ കമ്മീഷൻ മെമ്പർ അറിയിച്ചു. പരാതിക്കാരിയെ അതിദരിദ്രരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനായി സർക്കാരിലേക്ക് നിർദ്ദേശം നൽകി. ന്യൂനപക്ഷ പദവി ലഭിക്കുന്നതിനായി ജില്ലയിലെ സ്വകാര്യ സ്കൂൾ നൽകിയ അപേക്ഷയും നിലവിലെ ഹൈക്കോടതി വിധിയും പരിഗണിച്ച സ്കൂൾ മാനേജ്മെന്റിനെ നേരിട്ട് കേട്ട ശേഷം NOC നൽകാൻ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിനോട് കമ്മീഷൻ ആവശ്യപ്പെട്ടു. ക്രിസ്ത്യൻ, മുസ്ലിം, ന്യൂനപക്ഷ വിഭാഗങ്ങൾ പ്രസ്തുത സ്കൂളിൽ വിദ്യാർത്ഥികളായി ഉണ്ടെങ്കിലും ന്യൂനപക്ഷ പദവി നിരസിക്കപ്പെട്ട സാഹചര്യത്തിലാണ് സ്കൂൾ അധികൃതർ പരാതിയുമായി കമ്മീഷനെ സമീപിച്ചത്. നഴ്സറി സ്കൂൾ തുടങ്ങുന്നതിന് മതപരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രദേശവാസികൾ തടസ്സപ്പെടുത്തിയതായി പരതൂർ സ്വദേശിയുടെ പരാതി പഞ്ചായത്ത് അധികൃതരുമായി ചർച്ച നടത്തി തീർപ്പാക്കി. ക്രിസ്മസ് ആഘോഷത്തിനിടെ നല്ലേപ്പള്ളി സ്കൂളിൽ സാമൂഹ്യവിരുദ്ധർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും അധ്യാപകരെയും കുട്ടികളെയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും ജില്ലാ പോലീസ് മേധാവി കമ്മീഷനെ അറിയിച്ചു. സിറ്റിംഗിൽ കമ്മീഷൻ അസിസ്റ്റന്റ് RC രാഖി, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു.